ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ പ്രഭാതത്തിൽ ഉണർന്നതിന് ശേഷം ആദ്യമായി ഉരുവിടുന്ന കാര്യം എന്താണ്? ഒരുപക്ഷെ നമ്മിൽ പലരും വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും അർജൻറ്റ് മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കുന്ന പതിവുള്ളവരാണ്. ഈ അടുത്തിടെ വായിച്ച ഒരു സംഭവത്തെപ്പറ്റി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു FM റേഡിയോ ചാനൽ തങ്ങളുടെ ശ്രോതാക്കളുടെ എണ്ണം കൂട്ടുന്നതിന് ഒരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ആ മത്സരം ഇപ്രകാരമായിരുന്നു: നിങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കേണ്ടത് ഞങ്ങളുടെ FM റേഡിയോ ചാനൽ കേട്ടുകൊണ്ടായിരിക്കണം. ഉണർന്നതിന് ശേഷം നിങ്ങൾ ആദ്യമായി ഉരുവിടുന്ന കാര്യം എന്താണെന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കണം. ഞങ്ങളെ വിളിക്കുന്ന മൂന്നാമത്തെ വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് $100 സമ്മാനമായി ലഭിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഈ മത്സരം ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. ആദ്യത്തെ ദിവസം ഈ റേഡിയോ ചാനലിലേക്ക് വിളിച്ച വ്യക്തിയോട് റേഡിയോ ജോക്കി ചോദിച്ചു, ഇന്ന് താങ്കൾ ആദ്യമായി ഉരുവിട്ട കാര്യം എന്താണ്? ആ മനുഷ്യൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഇന്ന് ഞാൻ ജോലിക്ക് പോകാൻ വൈകും. അതായിരുന്നു ആ വ്യക്തി ഉരുവിട്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ദിവസം വിളിച്ച വ്യക്തിയോട് റേഡിയോ ജോക്കി ചോദിച്ചു, ഇന്ന് താങ്കൾ ആദ്യമായി ഉരുവിട്ട കാര്യം എന്താണ്? അതിനുത്തരമായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അദ്ദേഹം യഹൂദനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഷെമ ഇസ്രായേൽ ഉരുവിട്ടുകൊണ്ടാണ് തൻ്റെ ദിവസം അദ്ദേഹം ആരംഭിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആദ്യമായി ഉരുവിട്ട കാര്യം എന്താണെന്ന് റേഡിയോ ജോക്കി ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ഷെമ ഇസ്രായേൽ അദ്ദേഹം പങ്കുവച്ചത്. ഷെമ എന്ന പദത്തിൻ്റെ അർത്ഥം കേൾക്കുക എന്നാണ്. ഇസ്രായേലെ കേൾക്കുക എന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഈ തിരുവചന ഭാഗം ആരംഭിക്കുന്നത്. ഷെമ ഇസ്രായേൽ എന്ന ഈ തിരുവചന ഭാഗത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെയും സ്നേഹത്തെയുമാണ് ഈ തിരുവചന ഭാഗം നമ്മോട് പങ്കുവയ്ക്കുന്നത്. രണ്ടാമത്തേത് നിയമാവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നന്മകളും ആ കൽപ്പനകൾ നിഷേധിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളുമാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഉള്ളടക്കം. മൂന്നാമത്തേത് സംഖ്യയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 37 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തോട് നിരന്തരം വിശ്വസ്തരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഓരോ യഹൂദനും തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഉരുവിടാൻ പഠിക്കുന്ന വാചകം ഷെമ ഇസ്രായേലാണെന്നാണ് പറയുന്നത്. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അടയാളമായി ഓരോ യഹൂദനും തങ്ങളുടെ ദിവസം ആരംഭിക്കുന്നതും അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നതും ഷെമ ഇസ്രായേൽ ഉരുവിട്ടുകൊണ്ടാണ്. മാത്രമല്ല, തങ്ങളുടെ ഭവനങ്ങളുടെ കട്ടിളപ്പടികളിലും നെറ്റിത്തടങ്ങളിലും വസ്ത്രാഞ്ചലങ്ങളിലുമൊക്കെ ഷെമ ഇസ്രായേൽ എഴുതി ചുരുളുകളാക്കി അവർ സൂക്ഷിക്കാറുണ്ട്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഈശോയോട് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് നിയമജ്ഞൻ ചോദിക്കുമ്പോൾ അതിനുത്തരമായി ഈശോ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കൽപ്പനയായി പങ്കുവയ്ക്കുന്നതും ഷെമ ഇസ്രായേലാണ്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നമ്മുടെ വിശ്വാസ യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ ഷെമ ഇസ്രായേൽ എന്ന ഈ വചനഭാഗത്തെ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. സാധിക്കുമ്പോഴെല്ലാം ഈ തിരുവചനം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വസ്തത നമുക്ക് ലോകത്തോട് പ്രഘോഷിക്കാം. അങ്ങനെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.